മിനിഞ്ഞാന്ന് രാത്രി. മിനിഞ്ഞാന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു. ഒരുപാട് വർക്കുകളും കാര്യങ്ങളും രാവിലെ മുതല് ഓഫീസ് വർക്കുകള്. തിരക്ക് എന്ന് പറയുമ്പോൾ ബിസി ആയിരുന്നു. മെന്റലി വല്ലാത്തൊരു, അത് പറയണ്ടല്ലോ, ആസ്വദിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ രാത്രി ഒരു 8:30 ആയപ്പോൾ എനിക്ക് കിച്ചണിലേക്ക് വരാൻ പറ്റും. കിച്ചണിൽ വന്നിട്ട് കിച്ചൺ ക്ലീനിങ്, ഫുഡ് ആക്കുന്നത്, ബാക്കി കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരുപാട് ലേറ്റ് ആയിട്ട് രാത്രി 12 മണിക്കാണ് വാഷിംഗ് മെഷീനിൽ അലക്കാൻ പറ്റാത്ത പുതിയ പുതിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവില്ലേ, നിസ്കാന്റെ ഷർട്ട്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കൈകൊണ്ട് അലക്കിയിട്ടൊക്കെ ചെയ്യുമ്പോ രാത്രി 12 മണിയായി. അപ്പൊ ഞാനിങ്ങനെ ബാത്റൂമിൽ ഇങ്ങനെ അലക്കുന്ന സമയത്ത് ചിന്തിക്കുക, പണ്ടത്തെ ശൈലയാണെങ്കിൽ പരാതിയുടെ മനസ്സിൽ, ഹോ ഇന്ന് രാവിലെ മുതൽ തിരക്ക്, എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തത്, ഹോ, ക്ഷീണിച്ചിട്ട് വയ്യ. ഇതായിരുന്നു എന്റെ പാറ്റേൺ, അങ്ങനെ ആയിരുന്നു കേട്ടാ. പുറത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഉള്ളില് പറയും നന്നായിട്ട്. വർക്കൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യും, ഓഫീസ് വർക്ക്, കോളിങ്, ഇതെല്ലാം ഒരു മല എങ്ങാനും എടുത്ത് മറിച്ചിട്ട ഫീലിംഗ് ആയിരുന്നു എനിക്ക്. എക്സാക്ട്ലി മലയൊക്കെ മറിച്ചിട്ടുണ്ടാവുന്ന ഒരു ടയർഡ്നെസ് ഉണ്ടല്ലോ, ഇതുപോലെയായിരുന്നു ഞാൻ എന്റെ വർക്ക് ചെയ്തിരുന്നത് ബിഫോർ. എന്നാൽ ഇപ്പോ എന്താ പറയാ, ഞാനെല്ലാം ചെയ്യുന്നുണ്ട്. രാവിലെ ഇരുന്നിട്ട് വൈകുന്നേരം എണീക്കുന്നു, പക്ഷെ ഞാൻ എന്തെങ്കിലും അറിയുന്നുണ്ടോ ചോദിച്ചാൽ ഒന്നും അറിയുന്നില്ല. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം ചെയ്യുന്നുണ്ട്. എന്റെ കയ്യില് സക്സസ് വാലിയുടെ മെയിൻ നമ്പേഴ്സ് എന്റെ കയ്യിലുണ്ട്. 8 സിം ഉണ്ട് എന്റെ കയ്യില്, 8 സിം. ഓരോ ഇതിന്റെ, കാരണം ഫ്രണ്ടില് ഇങ്ങോട്ട് കോള് വരുമ്പോ അറ്റൻഡ് ചെയ്യാൻ കേട്ടോ, അങ്ങോട്ട് വിളിക്കാനൊക്കെ നമുക്ക് ഒരുപാട് സ്റ്റാഫുകൾ ആയി കഴിഞ്ഞു. അപ്പൊ അതില് മെസ്സേജ് ഉണ്ടാവും, ഇതില് മെസ്സേജ് ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവില്ലേ. ഇതെല്ലാം എങ്ങനെയാ നടന്നു പോണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് എങ്ങനെയാ ഇതൊക്കെ നടന്നു പോയതിന് ബാക്കിൽ കിട്ടിയ ഒരു മെന്ററിങ്ങും കോച്ചിങ്ങും ലൈഫ് ജേർണി ഉണ്ട് ഡിയേഴ്സ്. അതാണ് ഗ്രേറ്റ്. അത് ഗ്രേറ്റ് ആൻഡ് ഗ്രേറ്റ് ആൻഡ് ഗ്രേറ്റ് ആൻഡ് ഗ്രേറ്റ് ആണ്. ഇപ്പൊ മിനിഞ്ഞാന്ന് രാത്രി ഇത് പറഞ്ഞ പോലെ ബാത്റൂമിൽ നിന്നാണ് പോയത് അങ്ങോട്ട് കേട്ടോ, തിരിച്ചു വരാം. അലക്കിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ എന്നിലേക്ക് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇത് ശൈല തന്നെയാണോ? എനിക്ക് എന്നോട് തന്നെ വല്ലാത്ത സ്നേഹം, എനിക്ക് എന്നോട് തന്നെ വല്ലാത്തൊരു ഹാപ്പിനെസ്. പക്ഷെ ഫിസിക്കലി എനിക്ക് ടയർഡ്നെസ് ഉണ്ടായില്ല, എനിക്കൊന്ന് റെസ്റ്റ് വേണം, എനിക്കൊന്ന് കിടക്കണം, ഒന്ന് കിടന്നാ മതി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടെങ്കിലും ആസ്വദിച്ച് ചെയ്യുമ്പോഴും ഞാൻ എന്നെ തന്നെ നിരീക്ഷിക്കും. ഞാൻ എന്നെ തന്നെ, ഓ, ആ സെൽഫ് ഉണ്ടല്ലോ, മറ്റൊരാളെ കണ്ട് നമ്മൾ ആസ്വദിക്കും അല്ലെ, മറ്റൊരാളെ പക്ഷെ സ്വന്തം ആ മാറ്റത്തെ ഇങ്ങനെ അനുഭവിച്ചറിയാന്ന് പറയുമ്പോൾ അത് ഗ്രേറ്റ് ഫീലിംഗ് ആയിരുന്നു. പിന്നീട് ഉടനടി എന്റെ ഉള്ളിൽ വന്നൊരു തോട്ടാണ്. ഇന്ന് രാവിലെ മുതൽ ഞാൻ വർക്ക് ചെയ്തതിന്റെ ടയർഡ്നെസിന്റെ ലിസ്റ്റാണ് ഞാൻ മുമ്പ് എടുക്കാറുണ്ടായിരുന്നത്. എന്നാൽ അന്ന് രാവിലെ മുതൽ വർക്ക് ചെയ്ത എന്റെ ശരീരത്തിന്റെ ആരോഗ്യം, ആ ഒരു സ്മാർട്ട്നെസ്, ആ ഒരു ചുറുചുറുക്ക്, whatever എന്താണോ എനിക്ക് ഫീൽ ചെയ്തത്, അതിനെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങ് സംഭവിച്ചൊരു മൊമെന്റ് ഉണ്ട് ബാത്റൂമിൽ നിന്നാണ്. ആ ഒരു മൊമെന്റ് ഞാൻ ഒരുപാട് ആളുകളെ കാര്യം കേട്ടിട്ടുണ്ട്. വയസ്സായി റിട്ടയർമെന്റ് ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ മുന്നേ നമ്മൾ ഓടിച്ചാടി പൈസ ഉണ്ടാക്കുന്നു, ജോലി ചെയ്യുന്നു, അതാക്കുന്നു, ഇതാക്കുന്നു, ഇതൊക്കെ ചെയ്ത് അവസാന റെസ്റ്റ് പീരീഡിലാണ് നഷ്ടപ്പെട്ട ഇതിനെ കുറിച്ച് ചിന്തിക്കാറുള്ള ഒരുപാട് ആളുകൾ എനിക്ക് റിപ്പോർട്ട്, എനിക്കറിയാം, ഫാമിലിയിലും പലയിടത്തും ഞാൻ കാണുന്നതാണ്. നമ്മളൊക്കെ വെറുതെ, ഇപ്പൊ മിനിഞ്ഞാന്ന് പോലെ എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നത് കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടിട്ട്. ഭയങ്കര വിഷമത്തിൽ അദ്ദേഹം പറയാണ്, ഒരുപാട് കാലം ഞാൻ വിദേശത്ത് കിടന്ന് കഷ്ടപ്പെട്ടു മക്കൾക്ക് വേണ്ടിയിട്ട്, എനിക്കതൊക്കെ നഷ്ടാണ് മാഡം. ഇന്ന് എന്റെ മക്കൾ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. ഇന്ന് എനിക്ക് എന്റെ ആരോഗ്യം ഒന്നുമില്ല, എന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, എന്റെ ജീവിതം നഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ആ യുവത്വത്തെ, ആ യൗവനത്തിന്റെ നഷ്ടകഥകൾ എന്നോട് ഷെയർ ചെയ്യുന്നു. മെനിഞ്ഞാന്ന് രാത്രി ബാത്റൂമിൽ എന്റെ യൗവനത്തിന് എനിക്ക് നന്ദി കാണിക്കുക. ആ ഒരു മൊമെന്റ് മൈ ഡിയേഴ്സ്, ഇറ്റ് വാസ് എ ഗ്രേറ്റ് മൊമെന്റ് ഇൻ മൈ ലൈഫ്. ഈ ആരോഗ്യത്തിന്, ഈ ആരോഗ്യം, യൗവനം, യുവത്വം അല്ലെ, എല്ലാരും പറയും യൗവനം കഴിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. സ്കൂൾ ടൈമിലെ കേൾക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. എന്റെ സ്കൂള്, ഞാനൊരു മതപരമായ ഇസ്ലാമിക് സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കേൾക്കുന്നതാണ്, ഒഴിവ് സമയത്തെ കുറിച്ചും ആരോഗ്യത്തെ കുറിച്ചും നമ്മളൊരു ചോദ്യം ചെയ്യപ്പെടുന്നുള്ള രീതിയിൽ ചെറുപ്പം മുതലേ കേട്ടതുകൊണ്ട് എനിക്ക് എപ്പോഴും പേടിയായിരുന്നു. എന്നാൽ ഇതിനൊക്കെ ആസ്വദിക്കാൻ പറ്റാറുണ്ടായിരുന്നു മുമ്പ്. ഒഴിവ് സമയം ഒരുപാട് വേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. ആരോഗ്യത്തെ അറിയാറ് പോലും ഇല്ല. എവിടെയെങ്കിലും കാലിനൊരു വേദന വന്ന, ആ കാല് വേദന വന്നു, അപ്പോഴാ കാലിന് ഓർക്കുക. തലവേദന വരുമ്പോ തലയെ ഓർക്കും, വയറുവേദന വരുമ്പോ വയറിനെ ഓർക്കും.
ഫുഡ് അങ്ങ് കഴിച്ചിട്ട് ഒരു കാലത്ത് ഫുഡ് കഴിക്കാതെ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് ഓവറായി വയറങ്ങ് മുട്ടുമ്പോ വയറ്, അല്ലാണ്ട് ഇതിനൊന്നും ആരോഗ്യത്തെയോ ശരീരത്തെയോ കുറിച്ച് ഓർക്കാറുണ്ടായിരുന്നില്ല അങ്ങനെ പറയുന്നത്. അപ്പൊ ആ ബാത്റൂമിൽ വെച്ചിട്ട്, ബാത്റൂമിലേക്ക് തിരിച്ചു വരികയാണ്, ബാത്റൂമിൽ വെച്ചിട്ട് ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, പിന്നെ വേഗം അലക്കല് കഴിഞ്ഞ് കുളിച്ചിട്ട് തിരിച്ചു വരാൻ വേണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര വ്യഗ്രത വരികയാണ്. എന്തിനാന്നറിയോ? കെടുക്കാനാണ്, പക്ഷെ എന്തിന്? ആ ദിവസത്തെ മൊത്തം ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിട്ട്. ആ രാവിലെ മുതൽ ഓടിയ ഈ വണ്ടി ഉണ്ടല്ലോ, ആ ഒരു പെട്രോൾ ഉണ്ടല്ലോ, അതിനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാനുള്ള ഒരു വ്യഗ്രതയായിരുന്നു എനിക്ക് പെട്ടിലെത്താനുള്ള, ആസ്വദിക്കാൻ. 12 o'clock 12 o'clock ആവട്ടെ, 1 o'clock ആവട്ടെ, അങ്ങനെ ഒരു ബ്ലിസ്ഫുൾ മെന്റൽ സ്റ്റേറ്റ്, അങ്ങനെ ഒരു ആനന്ദം, അങ്ങനെ ഒരു തിരിച്ചറിവ് ഈ യൗവനം നഷ്ടപ്പെടുന്നതിന് മുമ്പ് എനിക്ക് കിട്ടിയല്ലോ. അതൊരു മൊമെന്റ് ആണെങ്കിലും അത് എനിക്കറിയാം, അത് ഗ്രേറ്റ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഗ്രേറ്റ് ആണ്. കാരണം കൗൺസിലിങ്ങിന്റെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ കൗൺസിലിങ്ങിന്റെ ഇൻചാർജ് എനിക്കായിരുന്നു, കോർഡിനേഷൻ, കോളിങ് കാര്യങ്ങൾ. അന്ന് കുറെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട കോളുകൾ അല്ലെ, കൗൺസിലിങ്ങിന്റെ കോൾ എന്ന് പറയുമ്പോൾ ഓരോരുത്തരും നമ്മളോട് ഓപ്പൺ ആവും, ചിലപ്പോൾ പ്രശ്നങ്ങൾ, ഓരോരുത്തരുടെ പ്രോബ്ലംസ്. പിന്നീട് അത് എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് അഫ്സിത വന്നതിന് ശേഷം കംപ്ലീറ്റ് അഫ്സിയിലേക്ക് പോവാണ്. പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. അഫ്സിത കോൾ ചെയ്യും, ബുക്കിംഗ് എടുക്കും, ചടപട ചടപട നടക്കോളും. ജസിക്കനും ജസീറ മാമിനും മണത്താക്കൊക്കെ എന്ത് ചെയ്യും, ബുക്കിംഗ് വരും. ഞാൻ കൗൺസിലിങ്ങിന്റെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ആലോചിക്കാറില്ല, ബിക്കോസ് എനിക്ക് അഫ്സിയിൽ അത്രയും ട്രസ്റ്റ് ആയിരുന്നു. ഇത് അനുഭവിച്ചൊരു വ്യക്തി ആയതുകൊണ്ട് ഏത് ടൈപ്പ് ഓഫ് ക്ലയൻസിനും അത് എന്ന് ഞാൻ നോക്കിയിട്ടില്ല. അനുഭവിച്ചൊരു കാര്യമാണല്ലോ അഫ്സി പറയുന്നത്. എന്നാൽ ഇപ്പൊ അഫ്സി ഡെലിവറിക്ക് വേണ്ടിയിട്ട് ലീവ് എടുത്തിട്ടുള്ളത്. സോ എഗെയിൻ എന്ത് ചെയ്യാണ്, ആ ഒരു കൗൺസിലിങ്ങിന്റെ കോളുകൾ ഏറ്റെടുക്കുകയാണ്. എമർജൻസി കേസിൽ മറ്റ് ആളുകൾ വരുന്നുണ്ട്, എമർജൻസി കേസിൽ, എമർജൻസി സിറ്റുവേഷൻ, എമർജൻസി കേസിൽ മുമ്പൊക്കെ മൊയ്തു സാർ ശാലത് ഏറ്റെടുക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റെടുക്കും. കാരണം പുറത്തേക്ക് കാണിക്കാൻ പാടില്ലല്ലോ ശാൽ, സാറോട് പറ്റൂല എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് സാറിന് അത്രയും റെസ്പെക്ട് ചെയ്യാണ്. ഉള്ളിലോ, ഓഫ്, ഉള്ളിൽ അനുഭവിച്ച ടെൻഷൻ ഇപ്പൊ ആ കോള് കൂടി ഞാൻ ചെയ്യണ്ടേ. എന്നാൽ ഇത്തവണ അഫ്സി ലീവ് എടുത്ത് നിങ്ങളത് എമർജൻസി കേസിൽ നിങ്ങളത് ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചൊരു നിമിഷമുണ്ട്. വല്ലാത്തൊരു അവസരമായിരുന്നു ഡി എസ് എനിക്കതൊരു അവസരമായിരുന്നു വീണ്ടും എന്നിലേക്ക്. കാരണം ഒരു കാലത്ത് കഷ്ടപ്പാടോടുകൂടി ഈ വർക്ക് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്യാതിരിക്കാൻ വയ്യല്ലോ, ബിക്കോസ് സാർ എവറിഥിങ് NLP എന്റെ ജീവിതം രക്ഷപ്പെട്ടതൊക്കെ അറിയാം, കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട് ഈ കോളുകളൊക്കെ. എന്നാൽ വീണ്ടും അഫ്സയിൽ നിന്ന് എന്നിലേക്ക് വന്ന് സാർ ഏറ്റെടുക്കും ചോദിക്കുമ്പോ ആ ഒരു റെഡിനെസ്സോട് കൂടി ഇത്തവണ ഞാൻ ഏറ്റെടുത്തത്. ബിക്കോസ് റിസ്ക് ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ളിലുണ്ട് എന്ന് എപ്പോഴും ഞാൻ ലൈഫ് മാസ്റ്ററിക്കൊക്കെ വിളിക്കുമ്പോ എന്താ പറയാ, ലൈഫ് മാസ്റ്റർക്ക് വിളിക്കുമ്പോൾ 250 ഇമോഷനുകൾ ഉള്ളത് എടുത്ത് മാറ്റാൻ പറ്റും. അത് മാറ്റി കഴിഞ്ഞാൽ നമ്മളകത്ത് തന്നെയുള്ള ശാന്തി, സമാധാനം, ധൈര്യം, കോൺഫിഡൻസ്, കോൺസെൻട്രേഷൻ, റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി, പ്രോബ്ലം സോൾവിംഗ് കപ്പാസിറ്റി, ലീഡർഷിപ്പ് ക്വാളിറ്റി, മാനേജ്മെന്റ് സ്കിൽ, ഇതെല്ലാം പുറത്തു വരുന്ന വാതാരാതെ പറഞ്ഞൊരു കാലുണ്ട്. അത് അന്നൊരിക്കൽ ഒരാളെന്നോട് ചോദിച്ചു, ആ 99ാമത്തെ ഇമോഷൻ ഒന്ന് പറഞ്ഞു തരൂ. ഇതൊക്കെ ഭയങ്കര രസകരമായ ഓർമ്മയാണ്. അന്ന് ഈ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി അകത്തുണ്ട് എന്ന് പറഞ്ഞതിന് ആദ്യ കാലത്ത് എനിക്കത് ബോധ്യപ്പെട്ടിട്ടില്ല, പക്ഷെ അതുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. കാരണം അത് പഠിപ്പിച്ചു തന്ന വ്യക്തിക്ക് അത് ഉറപ്പാന്നുള്ള, ബിക്കോസ് അത് ഏറ്റെടുക്ക, ഒരാൾ പറയുമ്പോ ആ വ്യക്തിയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ. സാർ അത് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാണ്, ആ വ്യക്തിക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സോ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് ആ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി ഉണ്ടല്ലോ, അനുഭവിക്കുകയാണ്. എങ്ങനെ ഇതിലെത്തിയത്? ആ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് എവിടുന്നാണ്? ഭൗതികമായി പറഞ്ഞ ആ കോച്ചിങ്ങിലൂടെയും മെന്ററിങ്ങിലൂടെ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് എന്റെ ജീവിതത്തിൽ കൂടെ നിന്നിട്ട് തന്നെയാണ്. യെസ്, എനിക്ക് അത്ഭുതമാണ്. റിസ്ക് എടുക്കാൻ പേടിയായിരുന്നു എനിക്ക്. എങ്ങനെങ്കിലും ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറുന്ന ആളായിരുന്നു. എങ്ങനെങ്കിലൊക്കെ സ്കിപ്പ് ആവാം. ഈ സ്കിപ്പിംഗ് ഉണ്ടല്ലോ, ഒരു മീനിനെ പിടിച്ചാൽ കണ്ടിട്ടില്ലേ, അതിങ്ങനെ വഴുതി പോകും, ഇതുപോലത്തെ ടൈപ്പ്. എങ്ങനെയെങ്കിലും ഞാൻ മാറിപ്പോവും, റിസ്ക് എടുക്കൂല, പേടിയാണ് എനിക്ക്. തെറ്റിപ്പോയാലോ, എങ്ങാനും തെറ്റിപ്പറ്റിയ ആളുകൾ എന്നെ കളിയാക്കിയാലോ, കുറ്റം പറഞ്ഞാലോ, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക? പെർഫെക്ഷന്റെ ആളാണ്, ആരും എന്നെ ഒന്നും പറയാൻ പാടില്ല, തൊടാൻ പാടില്ല.
സോ റിസ്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ അതേ ഞാൻ എന്ത് ചെയ്യാണ്, ഇന്ന് മൾട്ടിപ്പിൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വൈകുന്നേരം അവിടെ ഞാൻ അറിയാറില്ല. എന്നാൽ ഒരു നിമിഷം പോലും എനിക്ക് വെറുതെ പോകുന്നില്ല. അപ്പൊ ഈ യൗവനത്തിൽ നമ്മുടെ ഈ ഒരു യങ് ഏജിനെ ആസ്വദിച്ച് മുന്നോട്ട് എനിക്ക് പോവാൻ പറ്റുമ്പോ, അതേ സ്ഥാനത്ത് പല ആളുകളും യൗവനം നഷ്ടപ്പെട്ട് വാർദ്ധക്യത്തിൽ എത്തി, മക്കൾക്കും വേണ്ട ഭാര്യക്കും വേണ്ട, എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു മാം എന്ന് വിളിക്കുമ്പോ ഞാൻ എങ്ങനെ എന്നോട് നന്ദി കാണിക്കാതിരിക്കും? ഞാൻ എന്നോട് തന്നെ നന്ദി കാണിക്കും. എന്നെ ഇതിലേക്ക് എത്തിച്ച മഹാഗുരുവിനോട് എങ്ങനെ എനിക്ക് നന്ദി കാണിക്കാതിരിക്കാൻ പറ്റും ഡിയസ്? നിങ്ങൾ പറ. എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഈ സമയം വേണം. എനിക്കൊരു പഴയ കാലം ഉണ്ടായിരുന്നില്ല, അത് എനിക്കല്ലേ അറിയൂ. ഇന്ന് ആ കൗൺസിലിങ്ങിന്റെ കോളൊക്കെ വരുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയത്, എനിക്ക് ഒരു അവസരം കൂടി ദൈവം തന്നതാണ്. മനോഹരമായിട്ട് ഒന്നൊരു ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ. ഞാൻ ഇങ്ങനെ തന്നെ പറയാം, ആസ്വദിച്ച് ചെയ്യാൻ. ഓരോ കോളിങ്ങും അതെന്താണ്, ഇൻടേക്ക് കോർഡിനേറ്റർ എന്നാണ്. ക്ലൈന്റ് ഇൻടേക്ക്. ഒരാളെ അങ്ങ് എടുക്കുക, നമ്മൾ ഇൻടേക്ക് ചെയ്യാണ്. ഓരോ ആളുകളും കഷ്ടപ്പെടുന്ന ആളുകൾ തന്നെ വിളിക്കുന്നത്. പല ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്, എന്ത് തരം പ്രോബ്ലം പറഞ്ഞാലും കൂടെ നിന്ന്. ഇപ്പൊ ഇന്നലെ ഒരു പാരന്റ് വിളിക്കുകയാണ്. ആ പാരന്റിന്റെ രണ്ട് പെൺമക്കൾക്ക് ഒരേ പ്രോബ്ലം ആണ്. അപ്പൊ അവരെന്നോട് ചോദിക്കുകയാണ്, മാം രണ്ടുപേരും ഒരുമിച്ചത് കൊടുത്തിട്ട് ഒരുമിച്ച് ശരിയാക്കാൻ പറ്റുമോ? അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രണ്ടു മക്കളാണ്. ഞാൻ സാറടുത്ത് പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സാർ, നിങ്ങൾക്ക് രണ്ടും നിങ്ങളുടെ മക്കളാണ്. പക്ഷെ നമ്മുടെ മുന്നേ വരുമ്പോ, എന്റെ മുന്നിലാവട്ടെ, നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുമ്പോ, നസ്ര മാമിന്റെ അടുത്തേക്കാണ് ബുക്കിംഗ് വരുമ്പോ, ഓരോരുത്തരുടെ ജീവിതം ഇമ്പോർട്ടന്റ് ആണ്. ഓരോ വ്യക്തിയും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. സാറിന് രണ്ടും മക്കളായിരിക്കും, പക്ഷെ ആ വ്യക്തികൾക്ക് അവരുടേതായ വിഷയങ്ങളുണ്ട്. അവരുടെ ജീവിതം അത്രയും എനിക്കത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു വാക്കങ്ങ് എവിടുന്നാ ഇത് വന്നത്? ഈ വാക്കങ്ങ് പറയുന്നതോട് കൂടിയിട്ട് ആ ഫാദർ എന്ത് ചെയ്യാണ്, ആ മൊമെന്റിൽ പറയണനോട്, എങ്കിൽ മാം ഞാൻ ആദ്യം ഒരു മോളെയും കൂട്ടിയിട്ട് വരാം, നിങ്ങൾ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തു. ഞാൻ വണ്ടറായി പോയി. ഞാൻ എന്നോട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നോട് തന്നെ ഫീൽ ചെയ്യാന്ന് പറയുമ്പോൾ, ഇങ്ങനെയാണ് ഓരോ വാക്കുകൾ ഉള്ളിൽ നിന്ന് വരുന്നത്. എങ്ങനെ ഇത് വന്നു എന്നുള്ളതിലേക്കാണ് ഡിയസ് വരുന്നത്. എനിക്ക് അദ്ദേഹത്തോട്, സർ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്. സർ, അദ്ദേഹത്തിന് ഒരുപാട് വിഷമങ്ങളാണ് പറഞ്ഞത്. സർ, എന്നെ സംബന്ധിച്ചിടത്തോളം വിളിച്ചത് നിങ്ങളാണ് ഇമ്പോർട്ടന്റ്. നിങ്ങൾ അനുഭവിക്കുന്ന ഈ വേദന, ഇതൊക്കെ ആ രീതിയിൽ സ്നേഹത്തോടെ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. അദ്ദേഹം ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നെ അറിഞ്ഞൂടാ. ആ ഒരു സ്നേഹത്തോടെ ഞാൻ എങ്ങനെയാണ് എന്റെ ഉപ്പ എന്നുള്ള ആ മക്കളെ കാര്യം പറയുമ്പോ എനിക്ക് എന്റെ ഉപ്പാനെ കണക്ട് ചെയ്യാൻ പറ്റൂലേ? ആ ഒരു സ്നേഹത്തോടും ഭവ്യതയോടും കൂടി സംസാരിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുകയാണ്. ഇങ്ങനെ എനിക്ക് സാധിച്ചു. കാരണം ജീവിതത്തിൽ ഒരുപാട് തകർന്ന് തരിപ്പണായി ജീവിക്കണ്ടാൻ തീരുമാനിച്ച ഒരുപാട് മൊമെന്റുകൾ മോയിൻ സർ എനിക്ക് തന്നൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എനിക്ക് എന്നെ ഒരു ഇമ്പോർട്ടൻറ്റും ഇല്ലായിരുന്നു. എനിക്ക് ഒരു ഇമ്പോർട്ടൻസ് ശേല നത്തിങ്, ശേല ഒന്നുമല്ല, വേസ്റ്റ് ആണെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ലൈഫിൽ. വേസ്റ്റ്. ജീവിതത്തിൽ ഒരു പർപ്പസ് ഇല്ല, ഒരു ഉപകാരം, ആർക്കും ഒരു ഉപകാരമില്ല. എനിക്ക് ഉപകാരമില്ല, ആർക്കും ഉപകാരമില്ല. എനിക്ക് തന്നൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, എന്റെ ജീവിതത്തിൽ തന്നൊരു വാല്യൂ ഉണ്ട്. എനിക്ക് തന്ന വാല്യൂ ഞാൻ അനുഭവിച്ചുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പോവാണ് ഡിയസ്. ഇത് എഴുതി വെച്ചിട്ടുണ്ട്, മോയിൻ സാർ ഇന്ന സമയം എനിക്ക് ഇന്ന വാല്യൂ തന്നിട്ട് അതുകൊണ്ട് ഇന്ന ആൾക്ക് കൊടുക്കണമെന്ന് ഞാൻ എഴുതി പഠിച്ചതല്ല, സംഭവിച്ചതാണ് തന്നില്. ഈ ഓഫീസിൽ വർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പോലും, ഓഫീസ് വർക്കുകൾ പോലും മാറ്റി വെച്ചിട്ട് എന്റെ ലൈഫിന് ഇമ്പോർട്ടൻസ് തന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട്. എണ്ണിയാൽ ഒതുങ്ങാത്ത മൊമെന്റുകൾ എനിക്കുണ്ട്. എനിക്ക് മാത്രല്ല, എന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജസീക്കിന്. നമ്മളെ ഉള്ളിൽ പല അസ്വസ്ഥതകളും ചൈൽഡ്ഹുഡിലെ പല ഇമോഷനുകളും കാരണം സ്റ്റക്കായി പോയ പല മൊമെന്റുകളിലും ഓഫീസിലെ വർക്കുകളും എല്ലാം ട്രെയിനിങ് പോലും മാറ്റി വെച്ചിട്ട് വന്ന ഒരുപാട് മൊമെന്റുകൾ.
ഒരുപാട് ഒരുപാട്